ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമാ നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് 34-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. 34-ാം സങ്കീർത്തനം 7-ാം തിരുവചനം കർത്താവ് ഒരു ദൈവിക സന്ദേശമായി ഇതാരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അവർക്കെല്ലാവർക്കും നൽകുകയാണ്. ആ വചനം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതൊരു വലിയ ദൈവിക സത്യമാണ്. ദൈവദൂതന്മാർ നമുക്ക് സംരക്ഷണം തരുന്നു. അച്ഛന് പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലാണ് കൂടുതലായിട്ട് ധ്യാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. അന്നൊന്നും ഈ മാലാഖമാരിലുള്ള വിശ്വാസമൊന്നും എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പല മക്കളും മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇടവ പള്ളിയിൽ ഒരു ധ്യാനം ലഭിക്കുക. ആ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം തലേ ദിവസം തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് ഒരു ദൈവസ്വര സന്ദേശമായി തരികയാണ്: വിശുദ്ധ മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കുക. ഈ ധ്യാനത്തിന് മുമ്പ് പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലി പ്രാർത്ഥിച്ചു പോകണമെന്ന് ശക്തമായൊരു ദൈവിക സന്ദേശം നേരത്തെ തന്നെ കർത്താവ് എനിക്ക് തന്നിരുന്നു. അതിനെ തുടർന്ന് 3 ദിവസത്തെ ആ ഇടവക ധ്യാനത്തിൽ ആദ്യത്തെ ദിവസം ഞാൻ മിഖായേൽ മാലാഖയുടെ ജപം ഒരു പ്രാവശ്യം ചൊല്ലിപ്പോയി. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു. പിന്നീട് തിരിച്ചു പോന്നു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ധ്യാനിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ അന്നേ ദിവസം എനിക്ക് മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലാനുള്ള നേരം കിട്ടിയില്ല. രാവിലെ മുതൽ ഒരുപാട് പേര് കാണാൻ വന്നതിൻ്റെ പേരിൽ അവർക്കൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്ത് ഒരു 3:30 ആയപ്പോൾ അച്ഛനെ കൊണ്ടുപോകാനുള്ള വാഹനം വന്നു. അതിൽ പ്രേക്ഷിതരുണ്ടായിരുന്നു. അവർ പ്രത്യേകം പറഞ്ഞു, അച്ഛൻ നേരം വൈകി എന്ന് പറഞ്ഞു. ഓടി വന്ന് ഞാൻ എൻ്റെ ഒരു ബാഗും ആ ബാഗിൽ മിഖായേൽ മാലാഖയുടെ ജപം അടങ്ങുന്നൊരു പുസ്തകവും വെച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ കാറിലിരുന്ന് ചൊല്ലാൻ ഒരുപാട് സമയമുണ്ടല്ലോ, ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും അവിടേക്ക് യാത്ര. കാറിലിരുന്ന് ചെല്ലാമെന്നാണ് കരുതിയത്. എന്നാൽ ആ വാഹനത്തിൽ കയറിയിരുന്നപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശുശ്രൂഷകരെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 1.5 മണിക്കൂറും പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ എനിക്ക് കയറേണ്ട സമയമായി. എനിക്കൊരു പ്രാവശ്യം പോലും ആ മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലാനായിട്ട് സാധിച്ചില്ല, നേരം കിട്ടിയില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ആൾത്താരിൽ കയറേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ആൾത്താരിൽ കയറി പതിവ് പോലെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു.
അങ്ങനെ 9:30 ധ്യാനം തീർന്ന് അൽത്താരയിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി എനിക്ക് പനി പിടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ധ്യാനത്തിന് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അതുപോലെ ശക്തമായ പനി. പല അച്ഛന്മാരെയൊക്കെ വേറെ മാറ്റിവിടാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ആരെയും കിട്ടിയില്ല. അവസാനം ഞാൻ തന്നെ 3-ാമത്തെ ദിവസം ചെന്ന് ആ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ആ ധ്യാനം ശക്തമായ പനിയോടുകൂടി അവസാനിപ്പിച്ച് 9:30 ആയപ്പോൾ തീർന്നു. അതോടുകൂടി ഞാൻ അങ്ങനെ കുഴഞ്ഞിരിപ്പായി. അവർ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഉടനെ എൻ്റെ മരുന്നുകളും ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഞാനായിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ഒരാഴ്ച പനിയായിട്ട് അങ്ങനെ റെസ്റ്റിലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്, ഒത്തിരിയേറെ വരദാനങ്ങളുള്ളൊരു സിസ്റ്റർ. ആ സിസ്റ്ററിനോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ധ്യാനം കഴിഞ്ഞ് അതോടൊപ്പം പനിയായിട്ട് ഇങ്ങനെ റെസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആ സിസ്റ്റർ എന്നോട് പ്രത്യേകമായിട്ട് ഫോണിലൂടെ പറഞ്ഞു, അച്ഛൻ സംരക്ഷണം ചോദിച്ചിരുന്നില്ല. അച്ഛൻ സംരക്ഷണം ചോദിക്കാത്തത് കൊണ്ടാണ് അച്ഛന് ഇങ്ങനെ ഒരു രോഗപീഠ വരാൻ കാരണമായി തീർന്നത് എന്ന് ആ സിസ്റ്ററിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയായി. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ വാദിക്കുകയാണ്, അല്ല ഞാൻ പ്രത്യേകമായിട്ട് മിഖായേൽ മാലാഖയോടൊക്കെ പ്രാർത്ഥിച്ച് സംരക്ഷണം ചോദിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററോട് ഞാൻ വാദിച്ചു. അപ്പോൾ സിസ്റ്റർ എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, അച്ഛൻ കിടന്നുകൊണ്ട് ആലോചിച്ച് നോക്ക്, അച്ഛൻ സംരക്ഷണം ചോദിച്ചിരുന്നോ ഇല്ലയോ എന്ന്. അങ്ങനെ സിസ്റ്റർ ഫോൺ വെച്ചു. ഞാൻ ആ ധ്യാനത്തിന് പോയ ദിവസങ്ങളെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി സംരക്ഷണം ചോദിച്ചിട്ടാണ് പോയത്. എന്നാൽ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമൊന്നും അത് ചൊല്ലാതെയാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഈ ഒരു പനി അല്ലെങ്കിൽ ഇങ്ങനൊരു രോഗപീഠ എനിക്ക് വന്നതെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും സിസ്റ്ററിലൂടെ ബോധ്യപ്പെടുത്തുകയായി. അന്നു മുതലാണ് മിഖായേൽ മാലാഖയോടുള്ള ജപം അല്ലെങ്കിൽ മാലാഖമാരുടെ സംരക്ഷണത്തിലുള്ള വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കാൻ കാരണമായി തന്നൊരു അനുഭവമാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവച്ചത്. പിന്നീട് വളരെയധികം മിഖായേൽ മാലാഖയുടെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ട് പരമാവധി അല്ലെങ്കിൽ മുടങ്ങാതെ ചൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ മാറുകയായിരുന്നു. പിന്നീടുള്ള ശുശ്രൂഷകളൊക്കെ ഒരുപാട് പ്രാവശ്യം മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം, റാഫേൽ മാലാഖയുടെ സാന്നിധ്യം, ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യം, കാവൽ മാലാഖമാരുടെ സാന്നിധ്യം, ഇതെല്ലാം ഒരുപാട് വെളിപ്പെട്ട് കിട്ടിയത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതൊരു ദൈവിക സന്ദേശമാണ്. ഇത് ബൈബിൾ അടിസ്ഥാനമാണ്. ബൈബിൾ നമുക്ക് കാണാൻ സാധിക്കും കാവൽ ദൂതന്മാരുടെ സാന്നിധ്യവും അവരുടെ സംരക്ഷണവും, അതുപോലെ തന്നെ മുഖ്യദൂതന്മാരായ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റാഫാലിൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും മാലാഖമാരുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുക. മിഖായേൽ മാലാഖയോടും റാഫേൽ മാലാഖയോടും കാവൽ ദൂതന്മാരോടും ഗബ്രിയേൽ മാലാഖമാരോടൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഇന്നേ ദിവസം ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് നമുക്കെല്ലാവർക്കും ഇത് സന്ദേശമായി തരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം അപ്പോസ്തലപ്രവർത്തനം 12:6 മുതലുള്ള തിരുവചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവിടെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ മുഴുവനും പത്രോസിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഇതാ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് അത്ഭുതകരമായി അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന്, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന മഹാസംഭവമാണ് നമ്മൾ വായിക്കാൻ പോവുക. അങ്ങനെ തിരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിലെത്തിയപ്പോൾ പത്രോസിനെ കണ്ട് ചിലർക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ഭ്രാന്താണ് എന്നവർ പറഞ്ഞു. അവർ വീണ്ടും തർപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. കണ്ടോ, കാവൽ ദൂതൻ. അന്നേ മുതലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, കാവൽ മാലാഖമാരെ പറ്റിയുള്ള ചിന്താഗതി ആദിമ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വിശ്വാസ അനുഭവമായിരുന്നു. അതുകൊണ്ട് ഈ വചനഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മാലാഖമാരുടെ സംരക്ഷണം തേടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെറോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു.
ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേറോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തർപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ഇരു കരങ്ങളെത്തി സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം മാംസം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുത്തത്ത കഴിയണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്ന വചനന്റെ അഭിഷേകം നിറയട്ടെ. ദൈവദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കട്ടെ. മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കട്ടെ. കാവദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ. ഓരല്ലോ ശക്തമായി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ വന്ന് വേഗത്തെ സ്തുതിക്കുന്നു, ഉച്ചത്തെ സ്തുതിക്കുന്നു, വലിയ ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം അറിയമേ,
മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണം. ഞങ്ങളെ ശക്തിപഥനെ, സഹായിക്കണേ, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരണ രൂപാന്തരം നിരന്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, കുടോത്ര, ദുഷ്ടദോഷം, പൈശാചി, ആക്കം, പിടവ്, ബാധക, വിവക്ഷണം ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതിയും, വന്ദന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിലെ ചതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകയുടെ ചതിയരും അധിസ്ഥാനം നികാർ റബ ഗബ്രിയ മാലാമയുടെ സത്തമായ സാന്താ സഭശത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വമുള്ള സമൂഹം എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിലോ ഭക്ഷണങ്ങളിൽ നിന്ന് മാനസികമോ ശാരീരിക ആത്മീയമുള്ള മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:1 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം നീ പതിനശതിയ സകലവിധ പ്രകൃതിശോഭ ഇടിമിന്റെ ഇടിവെട്ട് നാശങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാഗം തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജഡികാസ് ദിവ്യാസ് കോപാസ് ഭക്ഷണാസക്തി സ്വയം പോക്ക് സ്വർഗ്ഗപോക തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠന തടസ്സം കോടതിയിൽ സാമ്പത്തികമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികത്തിന്റെ ബാഹ്യങ്ങൾ ചെറുതുകൾ രോഗപ്പെട്ടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും മരണമായിക്കും ജപപാചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുള്ള തടസ്സങ്ങൾ വന്യജീവിയുള്ള ശുദ്രജീവിയുള്ള ആക്രമണങ്ങൾ അതിന്റെ പിന്നിപ്പോത്തിക്കുന്ന പൈശാചികരിപ്പി അന്താശക്തി സാധാശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു യേശു നാമത്തെ ബന്ധിക്കുന്നു യേശു നാമത്തെ ബഹിഷ്കരിക്കുന്നു ഈശോയെ കുറിച്ച് നാട്ടിവായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലോ പ്രവേശിച്ചു പോകുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു 83 സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 കരമടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ദൈവിക സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുക. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കും. ഹല്ലേലൂയ. റാഫേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കും. മിഖായേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കും. ഗബ്രിയേൽ മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കും. സകല വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കും. സകല മാലാഖമാരോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അവർ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാവൽ ദൂതന്മാരോട് ചേർന്ന് സ്തുതിക്കുന്നു. കാവൽ മാലാഖമാരിലുള്ള വിശ്വാസം അധികം. മിഖാ റഫാ ഗബ്രിയേൽ മാലാഖമാരിലുള്ള വിശ്വാസം അധികം. നമുക്ക് നമ്മുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ദൈവിക സംരക്ഷണം ലഭിക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം വീടിന്റെ 4 അതിരുകൾ വസ്തുക്കൾ വളർത്തുകൾ വാഹനങ്ങളെല്ലാം മാലാഖമാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കട്ടെ. പൈശാചിക ബന്ധനം വിട്ടുപോട്ടെ. രോഗപീഠങ്ങളെല്ലാം മാറിപ്പോട്ടെ. അപകട മരണങ്ങൾ ദുർമരണങ്ങൾ രക്തച്ചൊരിച്ചിലും മാറിപ്പോട്ടെ. പൈശാചിക പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കട്ടെ. എല്ലാവരും ഭാഷകൾ ശ്രദ്ധിക്കുന്നു. ദിവികാണ്ഡത്തെ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. മാലാഖമാരോട് പ്രാർത്ഥിക്കാത്തവരൊക്കെ മാലാഖമാരോട് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. മിഖായേൽ മാലാഖയുടെ ജപം ചൊല്ലാൻ തീരുമാനത്തിൽ സ്തുതിക്കുന്നു. റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ തീരുമാനത്തിൽ സ്തുതിക്കുന്നു. ഗബ്രിയേൽ മാലാഖയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ തീരുമാനത്തോണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായ സ്തുതിച്ചേൻ. ആൻ്റണി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. റോയ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോർജ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പാറു എന്ന് വിളിക്കപ്പെടുന്ന ആ മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്.
ബീഡി വലിക്കുന്ന ശീലം, ബീഡി വലി, സിഗരറ്റ് വലി ഇതിൽ നിന്ന് വിടുതൽ നൽകി ചില മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോലി തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അസ്ഥി സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. എല്ല് തേയ്മാനം, ഇങ്ങനെയുള്ള അസ്ഥി സംബന്ധമായ ഡിസ്ക് കംപ്ലൈന്റുകൾ, നടുവേദന, ഇങ്ങനെയുള്ള രോഗപീഠകളൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് അത്ഭുത രോഗശാന്തി കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. മുണ്ടൂര് എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വളർത്തു മൃഗങ്ങൾക്ക് എന്നും രോഗപീഠകൾ വരുന്ന അവസ്ഥ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. അലക്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പുറം വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്വന്തമായി വീട് വയ്ക്കാനുള്ള കൃപ നൽകി കർത്താവ് ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സുമ എന്ന പേരുള്ള മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കാട്ടുപന്നീരെ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായി എപ്പോഴും സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആവർത്തിച്ച് ഈ സന്ദേശം തരിക. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരിക്കണം എന്ന് ഈശോ പറയുകയാണ്. വിശുദ്ധ ഔസേപിതാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. വയറുവേദന, വയർ അപ്സെറ്റ്, അസിഡിറ്റി, അൾസർ, ഗ്യാസ് ട്രബിൾ, ഈ മേഖലകളിൽ പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. പുറപ്പാട് 5:26 ആ വചനത്തിന്റെ അഭിഷേക കർത്താവ് ഈ ശുശ്രൂഷ വർഷിക്കുക. ഒപ്പം തന്നെ ജ്ഞാനം 16:12 മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരും ചൂടുന്ന വചനമാണ് അവരെ സൗഖ്യപ്പെടുന്നത്. സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ശക്തമായ നടുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അലർജി മൂലമുള്ള തുമ്മൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലയിൽ സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വസ്തുവിന്റെയും സ്മെൽ അറിയാൻ സാധിക്കാത്ത വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അമിതമായ വേർപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. മുഴുവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത ഒത്തിരി പേരെ കർത്താവ് കാണിക്കുന്നു. ഒരു സിസ്റ്ററുടെ ഉദര സംബന്ധമായ രോഗപീഠ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. റോസ്ലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മച്ചാട് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും ലൂസ് മോഷൻ വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പീരീഡ് സംബന്ധമായ രോഗപീഠകളുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇയർഡ്രമിലോ ദ്വാരമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രമൊഴിക്കുമ്പോൾ രക്തം വരുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ പെൻഷൻ കിട്ടാനുള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു ഭവനത്തിന് എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഉപ്പുറ്റിയിലെ എല്ല് വളർച്ച സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മോണപ്പഴുപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മുഖം നിറയെ ചെറിയ കുരുക്കൾ വന്ന് നിറഞ്ഞിരിക്കുന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വത്സ എന്ന മകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്റ്റേഷനറി കട നടത്തുന്ന ജോയി എന്ന മകനോട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരത്തിലെ തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടും അസ്വസ്ഥത മാറാത്ത വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മോണിക്കയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. രഹസ്യഭാഗത്ത് ചൊറിച്ചിലുള്ള മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെവിയിൽ മൂളിച്ചയുള്ള ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചുണ്ട് വരണ്ട് പൊട്ടുന്ന അവസ്ഥയുള്ള ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. പെൻഷൻ തുക കിട്ടാനുള്ള തടസ്സം എടുത്തു മാറ്റി ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അവസ്ഥയുള്ള ഒരു അധ്യാപികയ്ക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൈറോയ്ഡ് ക്യാൻസർ ആണോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന മകളോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. മുടികൊഴിച്ചിലിന് മരുന്ന് കഴിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ട മക്കളെ കാണിക്കുന്നു. അതിന് പിന്തിരിയാൻ കർത്താവ് ശക്തമായ മുന്നറിയിപ്പ് തരുന്നു. അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ മലബന്ധം കർത്താവ് സൗഖ്യപ്പെടുന്നു. നാവിന് രുചി അറിയാത്ത ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശക്തമായി സ്തുതിക്കുക. ബേബി എന്ന സഹോദരിയുടെ മൂലക്കുരു കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വലിയ ശബ്ദം കേൾക്കുമ്പോൾ ചെവിക്ക് അസ്വസ്ഥത വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അനു എന്ന മകളോട് കഴുത്തിൽ വെന്തിങ്ങം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. അമല ഹോസ്പിറ്റലിൽ ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സാബുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബിൻസിയുടെ ഭവനത്തിൽ നിന്നും ശക്തമായ ഉറുമ്പ് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. നാവിന് ക്യാൻസർ ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിമല എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായുള്ള ചെവി വേദന കർത്താവ് സൗഖ്യപ്പെടുത്തിയ ഒരാളെ അനുഗ്രഹിക്കുന്നു. തല നിറയെ സോറിയാസ് ഉള്ള ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു ഹാർട്ട് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മലയോര മേഖലയിലെ ഒരു വീട്ടിൽ നിന്നും കുരങ്ങു ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശക്തമായി സ്തുതിക്കുന്നു. ഒരു വ്യക്തിയുടെ വളങ്കടി കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. മൂർഖം പാമ്പുകളുടെ ശക്തമായ ശല്യത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഒരു സ്ഥലത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ അഭിഷേകത്തെ പോലത്തെ ശക്തമായി സ്തുതിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശിരിരിരിരിരി. വലിയ വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ശിരിരിരിരിരി ശിരിരിരിരി ശിരിരിരിരി. എൻ്റെ പേര് അലീന, വയനാടാണ് വീട്. ഞാൻ 10 മാസമായിട്ട് കന്നഡ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ജൂലൈ 4 കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഞാൻ ഇവിടെ വന്ന ടൈമിലാണ് അച്ഛൻ്റെ ആദ്യത്തെ അത്ഭുത ജപമാലയുടെ വീഡിയോ കാണുന്നത്. ആ ടൈമിൽ ഞാൻ കണ്ടത് അച്ഛനിങ്ങനെ പറയാണ്, കണ്ണ് ബന്ധപ്പെട്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈശോപ്പ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കന്നഡ ഊരി വെച്ചാണ്. എനിക്ക് കന്നഡ ഒരു ദിവസം ഊരി വെച്ചാലുള്ള പ്രശ്നം, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും, കണ്ണ് ചുമക്കും, തലവേദന. എത്ര വർഷമായി? 10 മാസമായിട്ടുള്ളൂ. ജൂലൈ
4-ാം തീയതി ആ വെള്ളിയാഴ്ച ഊരി വെച്ചാണ്. ഇന്ന് വ്യാഴാഴ്ചയായി, 6 ദിവസമായി എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. അത്ഭുതമാലിൽ അത് പറഞ്ഞപ്പോ നീ അത് ഊരി വെച്ചതാണ് അല്ലേ? സൗഖ്യം കിട്ടി, കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഞായറാഴ്ച ഇവിടെ വന്ന സമയത്ത് അച്ഛനെ പറഞ്ഞു അലർജി ഉള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജന്മനാ കിട്ടിയൊരു സാധനമാണ്. എനിക്ക് എഴുന്നേൽക്കുന്ന ടൈമിൽ, രാവിലെ എണീക്കുന്ന ടൈമിൽ ഭയങ്കര ഇറിറ്റേഷനാണ്, ഭയങ്കര ചൊറിച്ചിലും. പിന്നെ ഒരു മണിക്കൂറത്തേക്ക് ഞാൻ അതിൻ്റെ പുറകിലായിരിക്കും ആ ചൊറിച്ചിലിൻ്റെ. മൂക്ക് ഇറിറ്റേഷനാണ്. ഇന്ന് 4 ദിവസമായി ഒരു കുഴപ്പമില്ല. രാവിലെ എണീക്കുന്നു, ഭയങ്കര പ്രസൻസാണ്, ഒരു കുഴപ്പമില്ല. അത് സൗഖ്യം കിട്ടി. അച്ഛൻ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു, മൂക്കിന് വളവുള്ളവർ അത് സൗഖ്യമാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂക്കിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന മൂക്കായിരുന്നു, ഇപ്പൊ സ്ട്രെയിറ്റ് ആണ്. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന ആളുടെ പാലം നേരെയാക്കി, കണ്ടില്ലേ? വളഞ്ഞിരിക്കുന്നത് കർത്താവ് സ്ട്രെയിറ്റ് ആക്കി, കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എൽ റുഹ ദൈവവചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ് ഈ ലോകത്തിന് കർത്താവ് തരിക. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തലുകൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം. ഇതുവരെ നടന്ന എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞ ദൈവിക വെളിപ്പെടുത്തലുകൾ അതൊരു പുസ്തകത്തിൽ എഴുതി വെച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയുക. മാലാഖമാരോട് പ്രാർത്ഥിക്കാനും അവരുടെ സംരക്ഷണം തേടാനാണ്. അത് സ്വർഗ്ഗം ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ ഒരുപാട് അനുഗ്രഹം ഇപ്പോൾ നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ നമുക്ക് ലഭിക്കും. നമുക്ക് മുട്ടുകൾ കുത്തി കർത്താവിൻ്റെ ആശീർവാദം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കാം. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.